ഇത്രയും ഒരു വണ്ടിയില്, അമ്മ, അമ്മി, കൊച്ചുമാര് വേറെ വണ്ടിയിൽ. അതിനകത്ത് ബിച്ചോണ്ണ, ഞാൻ, മീന, അമ്മ, വല്യച്ച്. സോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. മുത്തുക്കിളി അമ്മുക്കിളി ഉറക്കമായിരുന്നു. ജസ്റ്റ് ഒന്ന് മയങ്ങിയതേ ഉള്ളു, കഴിച്ചിട്ട് ഉറങ്ങാന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോ അതാണ്ട് ഓച്ചറ അമ്പലത്തിലെടുത്തോട്ട് നിർത്തി. ഞങ്ങളൊന്നും കുളിച്ചില്ല, ജസ്റ്റ് മേലെ എഴുതേ ഉള്ളു, അതുകൊണ്ട് കേറിയില്ല. വലിയച്ഛനകത്തോട്ട് തൊഴാൻ പോയി. ഒന്നും പറഞ്ഞില്ല. ഗൈസ്, ഇന്ന് എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. ശിവരാത്രിയായി, അതുകൊണ്ട് വല്യച്ഛൻ അമ്മ അടുത്ത് പറഞ്ഞേക്കുന്ന ഇന്ന് ഫുൾ ഇന്ന് ഫുള്ള് വെജിറ്റേറിയൻ ആണ്. മീനാക്ഷി അങ്ങ് ബിരിയാണി. മീനാക്ഷി ഇന്നലെ രാത്രി 2 മണിക്ക് എന്റെ അടുത്ത് കിടന്ന് പറയുന്നു, നാളെ ബിരിയാണി തിന്നണം, അങ്ങനെ ഇങ്ങനെ വണ്ടി കയറി. വല്യച്ഛൻ വെജിറ്റേറിയൻ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ദൈവമേ, എന്താ കിട്ടിയാലും കഴിക്കും. എന്നോട് ഇന്നലെ പറഞ്ഞ അവക്ക് മന്തി വേണം. പിന്നെ ഞാൻ രാവിലെ അമ്മൂന്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ഒരു ദിവസം മന്തി വാങ്ങിച്ച് തിന്നാന്ന്. അപ്പൊ ഗൈസ്, ഇനി നമുക്ക് കഴിക്കാൻ പോകുന്നിടത്ത് വെച്ച് കാണാം. ഇതാണ്ട ഞങ്ങൾ ഒതുക്കിയിട്ടവ അടുത്ത ആൾക്കാര്. എവിടെ കൊണ്ടുപോയാലും എനിക്ക് ബാധയായത്. എന്താ വണ്ടി കണ്ടാ പിന്നെ ബോധശയം വന്നോ? ഛർദിക്കാൻ മുട്ടുന്നത് എന്നെയും കൂടെ ഛർദിപ്പിക്കൂ മോളെ. ബോധശയം വന്നോ? വീഡിയോ 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 രണ്ടുപേര് ഒതുക്കിയിട്ട് സോറി. ഞങ്ങളിന്ന് ഓച്ചറ അമ്പലം ചന്ദന. ബോറുണ്ടോ? കള്ള വൈവിന്റെ കൂടെ പോവല്ലേ? കുളിക്കാത്ത ഞങ്ങൾ ചന്ദനം ഇട്ടു. നമ്മള് KTDC എന്തോ ഒരു പേര്, KTDC നമ്മളവിടെ കഴിക്കാൻ വന്നു. ഇതാരായത്? ഒരിക്കലല്ലേ, എന്ന് വണ്ടി പോകുമ്പോ എപ്പോഴും ഉള്ള, അല്ലാതെ ഒരിക്കൽ. അമ്മ അതെ, അത് ചിന്തിക്കുന്നോണ്ടാ അങ്ങനെ ഇങ്ങോട്ട് നോക്കേ. സുന്ദരിയായി. എനിക്കാണെങ്കിലേ ഫുഡ് കഴിയാനായിട്ട് എല്ലാവരും നിരന്ന്, സ്ഥലം ഇല്ലെങ്കിൽ പോലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിരന്നിരിക്കുക. 5 പേരൂടെ. ഹലോ മാഡം, മാഡത്തിനെ ഒന്ന് തൃപ്തിയാക്കുക, അതാണ് ഞങ്ങളുടെ പേര്. എന്തെങ്കിലും സ്വഭാവം മാറും. ഞങ്ങള് 4 പേരും കൂടി ഇരിക്കും. എവിടെ ചെന്നാലും കുരുത്തക്കേടാ അങ്ങ് കിച്ചൂന്. സാരി കൊടുത്ത മീനാക്ഷി, എനിക്ക് സാരി കൊടുത്തോണ്ടോ? സാരി എടുത്തത് നമ്മള് കല്യാണത്തിന് വേണ്ടി എല്ലാവർക്കും സാരി ട്രൈ ചെയ്യാൻ നേരം സാരി തന്നെ ട്രൈ ചെയ്യുമ്പോ കറക്റ്റ് ഫിറ്റിംഗ് ചെയ്യും. ചുരിദാറോ വേറെ ഡ്രസ്സൊക്കെ ആകുമ്പോ ആ ബ്ലൗസൊക്കെ പിന്നെ വെച്ചാൽ കാണുമ്പോ ആ ഒരു ഭംഗി. അതിന് വേണ്ടിയാണ്
ആ തളന് ഫുഡ് കണ്ടപ്പോൾ സന്തോഷം നോക്കെ മുഖത്ത്. അമ്മച്ചമ്മയുടെ ആക്ഷൻ മാത്രമല്ല എല്ലാം. അമ്മ ഇഡലി എന്തുവാ മുത്തേ? മുത്ത ചിരി തുടങ്ങിയപ്പോ ഞാൻ നിർത്തത്തില്ല, ഭയങ്കര പാടാണ്. കാരണം ഇയാൾക്ക് അപ്പം, ഇതിന് 3 ഇഡലി, അപ്പം ഞങ്ങൾ നെയ് റോസ്റ്റ്, പൂരി. കിച്ചു എന്താ പറഞ്ഞ? ഇനി നമ്മൾ കഴിച്ചിട്ടൊക്കെ വരാം. മുത്തുക്കിളി പണി തുടങ്ങി, വല്ലവരെയും പാത്രത്തിൽ കൈയിട്ട് തിന്നുന്നു. ക്ഷമയില്ല. പിന്നെ നെയ് റോസ്റ്റ് വന്നു. അതെ, സോറി, മസാല ദോശ. എനിക്ക് പൂരി വന്നു. നമ്മൾ KTDC ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇനി നമ്മൾ ആലപ്പുഴ വരെ, അല്ല കൊച്ചി വരെ ഉറങ്ങും. കൊച്ചി കൊച്ചി വല്യച്ഛനുണ്ട്. ഇതുവരെ അമ്മുക്കുട്ടി മൊത്തം നല്ല സപ്പോർട്ടായിരുന്നു. കൊച്ചുമോളുടെ ബോധക്ഷയമൊക്കെ മാറി കഴിച്ചപ്പോ, എന്നാലും ഉണ്ട്. ഇനി ഞങ്ങൾ പോവാണ്. എന്റെ അമ്മയ്ക്കാ കഷ്ടപ്പാട്. ഗൈസ്, ഇനി ഞങ്ങൾ കാറിൽ കയറാണ്. തമ്പുവിന്റെ അല്ലേ ഈ ഉടുപ്പിന്റെ? തമ്പു അടി. അങ്ങനെ നമ്മൾ ഡ്രസ് എടുക്കാൻ വന്നത് എവിടെയാണ് മമ്മി? 2 പാർക്കിങ്ങും ഫുള്ളാണെന്ന് പറഞ്ഞ് മെനങ്ങാന്ന് അങ്ങോട്ട് ഓപ്പണിംഗ് ആയിരുന്നു. അത് മാത്രല്ല, 2 ദിവസം ആയതല്ലേ ഉള്ളു. 2 ദിവസം ആയതേ ഉള്ളു ഓപ്പണിംഗ്. ഞങ്ങൾ ഇവിടെ ഓപ്പൺ ഗൈസ്, നമ്മൾ ഇന്ന് ഒന്നും വാങ്ങിയില്ല. നമ്മൾ സെലക്ട് ചെയ്തു, പക്ഷേ നമുക്ക് തിരക്ക് കാരണം ഒന്ന് സെറ്റ് ചെയ്യാനോ സ്റ്റാഫുകളും കുറവാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു ദിവസമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് തന്നെ എല്ലാം തീർക്കണം. അതുകൊണ്ട് നമ്മൾ ഇഹേന്ന് ഇറങ്ങി ജയലക്ഷ്മിയിലോട്ട് പോവുകയാണ്. സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഹയിൽ, പക്ഷെ നമുക്ക് സമയക്കുറവ് കാരണം നമ്മൾ ജയലക്ഷ്മിയിലോട്ട് പോവാം. ഭയങ്കര തിരക്ക്, ഇപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ട്. അല്ലേ അല്ലേടി അമ്മ? അപ്പം മീനാക്ഷി അമ്മയും കൊച്ചുമോളും വല്യച്ഛനും ഒരു വണ്ടിയിൽ പോയി. പിന്നെ ഞങ്ങൾ 3 അടുത്ത വണ്ടിയിൽ പോവാന്ന് പറഞ്ഞ് അവർ പോയി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പോവാം. പെട്ടെന്ന് വന്ന് വണ്ടി എടുത്ത് ഭയങ്കര തിരക്ക്. വണ്ടി ഒതുക്കാനൊന്നും സ്ഥലമില്ല. നമ്മൾ ഇനി ജയലക്ഷ്മി പോവാണ്. ജയലക്ഷ്മിയാ പോയാ ഇവിടുന്ന് കേറി ഇവിടുന്ന് തിരിഞ്ഞു പോവല്ലേ? സോ ഗൈസ്, നമ്മൾ ജയലക്ഷ്മിയിൽ വന്നു. ജയലക്ഷ്മി ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയതേ ഉള്ളൂ. ഇന്നലെ ഒമ്മനിങ്ങാന്നോ കണ്ടായിരുന്നു ഓപ്പണിങ്.
അങ്ങനെ ഞങ്ങൾ ജയലക്ഷ്മിയുടെ ഉള്ളിലോട്ട് വന്നു ഗൈസ്. ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയി. കാരണം ഇതിപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. എൻ്റെ അമ്മയെ കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം, അടിപൊളിയായിരുന്നു. ഫുള്ള് ഇൻറ്റീരിയറും എല്ലാം ഒരു പണ്ടത്തെ രാജാക്കന്മാർ പണിഞ്ഞു വെച്ചതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ കളക്ഷൻ്റെ കാര്യം പറയേണ്ട, കളക്ഷനൊക്കെ കിടിലം അടിപൊളിയായിരുന്നു. ഏതെടുക്കണമെന്ന് പോലും അറിയാൻ വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാരി സെക്ഷനിൽ പോയി സാരിയൊക്കെ നോക്കി. പിന്നെ മീനാക്ഷിക്ക് സാരി എടുത്ത്, ഇതല്ല പിന്നെ വേറെ ഞങ്ങൾക്കൊക്കെ എടുക്കാൻ പോയി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ പോയി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ജയലക്ഷ്മിയിൽ നിന്ന് ഇറങ്ങി. ഇനി തിരിച്ച് നമ്മളിവിടെ തന്നെ വരും. നമുക്കിനി ഡ്രസ്സ് എടുക്കണം. എന്തൊരു വെയില് അമ്മ. അരേ ബഹനോ അൺസൈക്കബിൾ വെയില്. കടയില്ലാതെ നമ്മള് വെയിലത്ത് വന്ന് ഫുഡ് കഴിക്കുന്നു കൊച്ചിയിൽ നിന്ന്. നമ്മൾ ഒന്നുമില്ല മീനാക്ഷിയുടെ ഡ്രസ്സ് കേട്ടോ നമ്മൾക്ക് എടുത്ത് നമ്മൾക്ക് എടുക്കണം. നമ്മൾ ഫുഡ് കഴിക്കാൻ വൃന്ദാവൻ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. എല്ലായിടത്തും ഒരുമാതിരി തിരക്ക. വൃന്ദാവൻ വെജിറ്റേറിയൻ ഹോട്ടലാണ്. വിശന്ന് ഇത് ഭയങ്കര ക്യൂ ഉണ്ടാവും. ഒരു ആളുകൾ വെളിയിക്കാൻ. ഞങ്ങൾ കണ്ട കൊരക്കട്ട, സുഖിയൻ, ഇതെന്തോ സംഭവം, രസഗുള, ഗുലാബ് ജാം. അതൊരു വിശന്ന് എന്തും തിന്നല്ലേ. സൂപ്പർ. അവന വേറെ എല്ലാവരും ഡയറ്റിലായിരുന്നു. ഇന്നെല്ലാം തെറ്റി. ഡയറ്റിലായിരുന്നു എല്ലാവരും. ഇന്നൊന്ന് തെരളി അടിപൊളി. തെരളി ഓരോന്ന് എടുത്തോണ്ട് വരുന്ന ഞങ്ങൾക്കെല്ലാം വായി വെച്ച് തരുന്ന ഞങ്ങൾ കഴിക്കുന്ന ഓരോന്നോരോന്ന് നിർത്തുമ്പോൾ അടുത്ത എടുത്തോണ്ട് വരിക. ഞങ്ങൾ കഴിച്ചത് രസഗുള കഴിച്ച് നീ അങ്ങ് കഴിച്ചാൽ മതി. ഈ പെണ്ണ നമ്മൾ ഇവിടെ നിന്നാലേ ഇങ്ങനെ ഓരോന്ന് മേടിച്ചുകൊണ്ടേ ഇരിക്കും. അത്ര മൊത്തം അതെ മൊത്തം നിറഞ്ഞിരുന്നേ. അത് പകുതിയായി. ആ മതി കേറ്. കേറാനായിട്ട് ഇവിടെ ഇതൊക്കെ ഇപ്പൊ വന്നതാട്ടാ. സീറ്റ് കിട്ടി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്ന് മീനാക്ഷി മീൽസാണ് പറഞ്ഞത്. ഞങ്ങളൊന്നും പറഞ്ഞില്ല. കാർഡ് വന്ന് വെച്ചൊന്ന് സെലക്ട് ചെയ്യട്ടെ ഗൈസ്. പായസം ഉണ്ടോ? പാല, മോര്, പുളിയുണ്ടോ? അച്ചാറില്ലയോ? എടി അച്ചാറില്ലായിരുന്നോ മീന്? തൈര് വേണോ? തൈര് ഇടക്കാൻ അമ്മൂനുള്ള വായ. അവളെ കാണിക്കുന്ന എന്തിനാ? ചോറ് ഇടട്ടെ. ഫുഡ്
ഫുഡ് അമ്മ കൊച്ച അമ്മ ഈ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ കഴിച്ച നല്ല ഫുഡായിരുന്നു. ഇവര് ഊണായിരുന്നു, ഞങ്ങൾ ഊണല്ലായിരുന്നു. എന്റെ ജയലക്ഷ്മി തന്നെ വന്ന് അടുത്ത സെക്ഷൻ എടുക്കാൻ. പെണ്ണായിട്ട് ജനിക്കണ്ടായിരുന്നല്ലേ? പെണ്ണായിട്ട് ജനിക്കണ്ടായിരുന്നേ. എന്തായാലും ചിലവാണ് എനിക്ക് ഡ്രസ്സ് എടുത്തിരുന്നത്. ഇതിന്റെ കൂടെ ഇങ്ങനെ വെറുതെ വരണ്ടേ? ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ഉണ്ടായിരുന്നു. ഫുഡ് നല്ല ഫുഡായിരുന്നു. അവര് കഴിച്ച ഊണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ആണോ? മീനാക്ഷിക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എടുത്താ ഇഷ്ടംപോലെ കളക്ഷനുണ്ട്. സ്ത്രീകളുടെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വന്ന പുരുഷന്മാരുടെ അവസ്ഥ കാണണമെങ്കിൽ ഞാൻ റൈറ്റ് സൈഡിലോട്ടൊക്കെ നോക്കിക്കും. അവിടെ പിന്നെ അതുകൊണ്ടോ അവിടെ അങ്ങനെ ഓരോ സെഷനിലാക്കി. ഷാജി സാറിന് ഇത്രയും ക്ഷമയായിട്ട് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. എല്ലാവരും പിള്ളേർ എല്ലാം ഇട്ട് നോക്കണം. ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ 7 മണിക്ക് ഇറങ്ങി. ഇപ്പം 5 ആണോ 6 6:20 25 അങ്ങാണ്ടായി. നമ്മൾ പോകാൻ പോവായിരുന്നു. അങ്ങനെ ദാണ്ട നമ്മൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചിട്ടുണ്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടി. ഇനി ചായ കുടിക്കാൻ പോകണം. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങുന്നു. മുത്തുകിളി ഉറങ്ങാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ. കാത്തിരിക്കുകയാണ്. നമ്മൾ ചായ കിട്ടിയ ചായ കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങുക എന്നുള്ള സ്കീമാണ്. ഞാൻ ഡെഡായി ഗൈസ്. Because I want to kick him on a punch him. The Macri boy. എടേ ക്ഷീണിച്ചാ? ഉറക്കം വരുന്നോ? എൻ്റെ അമ്മയ്ക്ക് വയ്യ, കൈവേദനയാ. എന്തോ രണ്ടുപേരും ഇരിക്കുന്നു നോക്കിയേ. എന്തോ സത്യ വിശപ്പായില്ല. അച്ഛനോ? അർജുൻ എന്തുവാ ഫോണില്? എന്തുവാ? അല്ല, മുത്തുകിളി ഇന്ന് നല്ല മൂഡ് ഓഫ് ആയിരുന്നു. ലഞ്ച് കഴിച്ചതിന് ശേഷം മുത്തുകിളി ആകെ മൂഡ് ഓഫ് ആയിരുന്നു. ഞാൻ പോകുന്നതിനെ കുറിച്ച് ഓർത്താന്നോ? മെനഞ്ഞാന്നും കൂടെ കരഞ്ഞതേ ഉള്ളൂ. ഞാനിനി എന്ത് കരയുന്നത്? എന്തിനു കരഞ്ഞേ? എന്നെ കരയിപ്പിച്ചു. ആര് കരയിപ്പിച്ചു? ഇപ്പൊ അമ്മ നമ്മൾ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി
എന്താ നമ്മൾ എല്ലാവരെയും യാത്ര പറയുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. എനിക്ക് ഒന്നിനും മുട്ടിയിരുന്നു ഗൈസ്. അപ്പം ഞാൻ ഓടി അങ്ങ് കയറി വണ്ടിക്കകത്ത്. എന്നിട്ട് ഇത് ഓടി ഇങ്ങ് വന്ന് വീട്ടിലും കയറി. അപ്പോഴത്തേക്കും എല്ലാവരും പോയി. അപ്പോഴത്തേക്കും ഞാൻ വന്ന് ഒന്നിനൊക്കെ പോയി. അപ്പോഴത്തേക്കും എനിക്ക് ആശ്വാസമായി. ഞാൻ പിടിച്ചിരുന്നു, അത്രയ്ക്ക് എനിക്ക് അങ്ങ് ഇതായിപ്പോയി. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാവരും ഹരിപ്പാടുന്ന് കൊല്ലം വരെ. അങ്ങനെ അമ്മിയൊക്കെ പോയി. പിന്നെ കൊച്ചുമോളൊക്കെ ഇവിടെ വന്നിട്ടാ പോയത്. അപ്പം പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഇവിടം കൊണ്ട് പർച്ചേസിങ് ഒന്നും തീർന്നില്ല. അപ്പം ഇനിയും ഡ്രസ്സ് എടുക്കാനുണ്ട്, ഒന്നും തീർന്നിട്ടില്ല. ഇനിയും നമ്മൾ ഇറങ്ങും പുറത്ത് കടയിലോട്ടൊക്കെ പോകണം ഡ്രസ്സൊക്കെ മേടിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. See you.